നമസ്കാരം. അവർ TV 24/7 ഇന്ന് നമ്മുടെ അടുത്ത് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ഉഷയാണ്. കുറച്ച് പുസ്തകങ്ങൾ എഴുതി UAE തന്നെ പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു വനിതാരത്നം. നമസ്കാരം മാം. നമസ്കാരം. എത്രാമത്തെ പുസ്തകമാണ് ഈ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ 43ാമത് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്? 8ാമത്തെ പുസ്തകമാണ്. അത് റിലീസായിട്ടില്ല, വരുന്നതേ ഉള്ളൂ റിലീസിങ്. ഓക്കെ. ഇതിനു മുമ്പ് 7 പുസ്തകങ്ങൾ എഴുതി. 7ഉം ഏത് സബ്ജക്റ്റുകൾ വെച്ചാണ് എഴുതിയിരിക്കുന്നത്? 7 പുസ്തകങ്ങളും അതിൽ 3 എൻ്റെ നോവൽസാണ്, 2 യാത്രാ വിവരണമാണ്, പിന്നെ ഒരു കവിതാ സമാഹാരമുണ്ട്, പിന്നെ ഒരു ചെറുകഥാ സമാഹാരമുണ്ട്. എല്ലാം തന്നെ അതായത് നോവൽസ് എല്ലാം തന്നെ ലവ് സ്റ്റോറികളാണ്, എല്ലാം ലവ് സ്റ്റോറികളാണ്. ചെറുകഥാ സമാഹാരം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പരിസരത്തു നിന്നും, എൻ്റെ ജീവിതത്തിൽ നിന്നും, ഞാൻ കാണുന്ന കാഴ്ചകളിൽ നിന്നും ഒക്കെ ക്രോഡീകരിച്ച് എടുത്ത് സംഭവങ്ങൾ തന്നെ, എല്ലാം സംഭവ കഥകളാണ്, അതായത് ആത്മകഥയായ സംഭവ കഥകളാണ് ഈ ചെറുകഥകൾക്കകത്തുള്ളത്. അത് പുസ്തകങ്ങളൊന്നും ഇനി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം ഒരുപാട് വായനക്കാരുണ്ടായിരുന്ന ഒരു നോവലറ്റാണത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നോവലറ്റാണ്. ഇത് ക്രൈം ത്രില്ലർ എന്നാണ് വായിച്ചവർ വിശേഷിപ്പിച്ചത്. ഇത് ഹൊററെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ സസ്പെൻസ് ത്രില്ലർ എന്നാണ് എനിക്കും പറയാൻ തോന്നുന്നത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പ്രണയമുണ്ട്, സ്റ്റണ്ടുണ്ട്, ഭീകരതയുണ്ട്, ഭയാനകമായ ചുറ്റുപാടുകളുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് അതായത് നായകന്മാരുടെ ജീവിതമുണ്ട്, പ്രകൃതി സൗന്ദര്യമുണ്ട്, എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ അടങ്ങിയതാണത്. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഹൊററെന്നോ അല്ലെങ്കിൽ ഇതുപോലെ പറയാം, ക്രൈം ത്രില്ലർ എന്നാണ് നമ്മുടെ ശ്രീ മുരളി തുമ്മാർ കൂടി വിശേഷിപ്പിച്ചതാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ക്രൈം ത്രില്ലർ തന്നെയാണ്. അപ്പം ഇനിയും ഈ 7 പുസ്തകങ്ങളും ഇതിനു മുമ്പ് റിലീസ് ചെയ്ത ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ തന്നെയായിരുന്നു. ഒരെണ്ണം, ആദ്യത്തെ പുസ്തകം പിന്നക്കൻ മുഹമ്മദ് അലിയുടെ ചിരന്തനയാണ് ഇറക്കി തന്നത്. അത് ഞങ്ങൾ ഔട്ട്സൈഡിൽ വെച്ച്, ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫംഗ്ഷൻ നടന്നത്. ബാക്കിയെല്ലാം ഇതിനകത്ത് വെച്ച് തന്നെയാണ്. എല്ലാ വർഷവും എൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഭാഗ്യം തന്നെയാണ്, അത് ഈശ്വരൻ്റെ കൃപ തന്നെയാണത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ആരും സപ്പോർട്ട് ചെയ്യാനോ ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മരുമകളാണ്. അവൾ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോനും ഉണ്ട്. വളരെ സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുത്തിന് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ് ഏറ്റവും ഭാഗ്യം. കുടുംബത്തിലുണ്ട് 1-2 എഴുത്തുകാരൻ്റെ ചേച്ചിയുടെ മോളൊക്കെ നല്ല കവിത എഴുതുന്ന ഒന്നെൻ്റെ കവിതാ സമാഹാരമാണ്. ഏതായാലും വളരെ സന്തോഷം. കുറച്ചു നേരമെങ്കിലും നമുക്ക് ഇതുപോലെ സംസാരിക്കാനും നമ്മുടെ ചാനലിലോട്ട് വരാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. കൂടുതൽ എഴുതാൻ കഴിയട്ടെ. നല്ല നല്ല പുസ്തകങ്ങളും യാത്രാ വിവരങ്ങളും നോവലും ഒക്കെ. ഇപ്പം ഞാൻ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് 50% ആയിട്ടുണ്ട്. അതിനും ബാക്കിയൂടെ എഴുതി തീർക്കണം അടുത്ത വർഷത്തേക്ക്. എല്ലാ വർഷവും കണ്ടിന്യൂസ് ഞാനിവിടെ ഇറക്കുന്നുണ്ട്, പുസ്തകം ഇറക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകൾ. താങ്ക് യു സോ മച്ച്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuma.